ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ചാനൽ ഫ്രീസ് ആകാൻ കാരണം എന്താണ്? ഒട്ടുമിക്ക ചാനലുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഒരു നിശ്ചിത വ്യൂസ് എല്ലാം എത്തിയാൽ ഓട്ടോമാറ്റിക്കായി വ്യൂസ് എല്ലാം നിന്നു പോകുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ചാനൽ ഫ്രീസ് ആകുന്നത്? ഇങ്ങനെ ചാനൽ ഫ്രീസ് ആകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വേണ്ട നല്ല നല്ല വീഡിയോസ് എല്ലാമാണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. അതിനാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഫ്രീസ് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി. നമ്മുടെ ചാനലിൽ ശരിയായ ആക്ടിവിറ്റി അല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ ഇത് കാരണമാകും. ഒന്നാമത്തെ ശരിയല്ലാത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മുടെ വീഡിയോസ് തന്നെ കാണുന്നതാണ്. അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതേ മൊബൈലിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ, അതായത് വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത്, ഇത് യൂട്യൂബ് അൽഗോരിതം ഈ ഒരു ആക്ടിവിറ്റി ഇൻവാലിഡ് ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം ഫ്രീസ് ആകാൻ ഇത് കാരണമാകും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ തന്നെ പല ഐഡീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് പല ഐഡികളിൽ നിന്നെല്ലാം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത്, ഇതും ഇൻവാലിഡ് ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നതും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുത്തുകയും അതുപോലെ നമ്മുടെ വ്യൂസ് എല്ലാം ഫ്രീസ് ആകാൻ കാരണമാവുകയും ചെയ്യും. അടുത്തതായി ചാനൽ ഫ്രീസ് ആകാനുള്ള ഒരു കാരണമാണ് ഇല്ലീഗലായി സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂസ്, അതുപോലെ വാച്ച് ടൈം ഇവയെല്ലാം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പണമെല്ലാം നൽകി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പലരും വ്യൂസ് എല്ലാം കൂട്ടുന്നതിന് ഫ്രീ ആയി പല ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ കാരണമാകും. യൂട്യൂബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിലും എത്രയോ സ്മാർട്ടാണ്. അതിനാൽ തന്നെ ഒരേ IP അഡ്രസ്സിൽ നിന്ന് കുറേ വ്യൂസ് എല്ലാം വരുന്നത് യൂട്യൂബിന് ഈസിയായി ട്രേസ് ചെയ്യാൻ പറ്റും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒന്നും നമ്മുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. അടുത്തതായി ചാനൽ ഫ്രീസ് ആകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്പാം കമൻസ് ആണ്. നമ്മുടെ മെയിൻ ചാനൽ, അതായത് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയിൽ നിന്നും നമ്മൾ പലർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരത്തിലെല്ലാം ഒരുപാട് കമൻസ് എല്ലാം ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പല വീഡിയോസിലും ഇങ്ങനെയുള്ള കമൻസ് എല്ലാം ഇടുന്നതും നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ കാരണമാകും. മറ്റൊരു വലിയ മിസ്റ്റേക്കാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പല ഡിവൈസുകളിൽ നിന്നെല്ലാം നമ്മുടെ വീഡിയോസ് പ്ലേ ചെയ്യുന്നത്. യൂട്യൂബിന് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഒരേ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കൂടുതൽ വ്യൂസ് എല്ലാം വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലെല്ലാം ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എങ്കിലും നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് റവന്യൂ ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇനി ചാനൽ ഫ്രീസ് ആകാനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലിൽ ഒരേ വീഡിയോ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ചാനലിന് നെഗറ്റീവായിട്ടാണ് വരിക. പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ വ്യൂസ് അധികം വന്നില്ല എങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വീഡിയോ ഡിലീറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചാനൽ ഗ്രോത്ത് ഇല്ലാതാക്കുകയും നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ കാരണമാവുകയും ചെയ്യും. വല്ലപ്പോഴും 1-2 തവണയെല്ലാം ഇത്തരത്തിൽ ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് വീഡിയോസ് റീ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടന്റ് ശരിയല്ല എന്ന് യൂട്യൂബ് ഡിസൈഡ് ചെയ്യും. അതിനാൽ തന്നെ ഇതിലൂടെ നമ്മുടെ ചാനൽ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്